ഇങ്ങനെ നിങ്ങൾക്ക് കുറെ ഫാൻസ് മെസ്സേജ് അയക്കുമായിരുന്നല്ലേ, അതിനകത്ത് പറയലില്ലായിരുന്നു അങ്ങനെ? ഒരുപാട് പ്രാരാബ്ദമുള്ള ഫാമിലിയിലുള്ള ആളാണ്, ജീവിച്ചു പോട്ടെ പോണ സാർ. ഞാൻ ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാലേ, ഓസ്ട്രേലിയന്ന് ഇതേ സമയത്ത് ഞാൻ എന്റെ മുടി അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി, ക്രിസ്ത്യാനി പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞ് അവളുടെ വീടും നാട്ടിൽ ഇതേപോലെ തന്നെ ഞങ്ങൾ അങ്കമാലി ഒരു കാട്ടുമുക്കിലാണ്. അർജുനെ, നിനക്കും തള്ളാൻ അവസരമുണ്ട്, വാ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇവിടെ ഗബ്രി തള്ളി തുടങ്ങി. കാരണം എന്ത് ഭംഗി, ഇത്രയും വലിയ തള്ളു ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. ജാസ്മിൻ എന്ത് സുന്ദരിയാ. ഞാൻ സുന്ദരിയാണോ? തള്ളുന്ന കാര്യത്തിൽ നമ്മളിപ്പോ തള്ളണല്ലോ. എന്തിട്ടാ തള്ളെന്ന് പറയണേ? ചുമ്മാ പറയുന്നില്ലേടാ. അല്ല, നീ കാര്യമായിട്ട് ജീവിതത്തിൽ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് തള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റും. തള്ളാനാണെങ്കിൽ ഇതിനേക്കാളും മറ്റേ വാരണായിരം പോലത്തെ കഥ ഉണ്ടാക്കി പറയാൻ എനിക്കറിയാം. അത് നമ്മുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഹേർട്ട് ആവണ കാര്യമാണ്. കാരണം ശാന്തമ്മേ, അത് പറയരുത്. സ്നേഹമില്ല എന്നുള്ളൊരു വാക്ക് ശാന്തം പറയരുത്. പൊന്നി, ഇത്ര ഞാൻ കൊള്ളാമൊന്നും പറഞ്ഞിട്ടല്ലേ ഞാൻ. ഓ, എന്ത് ദ്രോഹം ചെയ്തെന്നല്ലേ? നീ എന്നെ ഹേർട്ട് ചെയ്തിട്ട് എന്റെ അടുത്ത് തന്നെ ദേഷ്യപ്പെടും. നല്ലത്. ഇതെന്താണ് ഇങ്ങനെ? ഓ, ആൾക്കാരുടെ മുമ്പിൽ നെഗറ്റീവ് ആക്കി കാണിക്കണായിരിക്കും അല്ലേ? മനസ്സിലാക്കി കളഞ്ഞല്ല. നല്ല നല്ല സ്വഭാവം, നല്ല സ്വഭാവം. യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ഒരു കൺട്രോൾ വേണം. തോന്നുന്ന പോലെ തോന്നിയ കാര്യങ്ങൾ പറയരുത്. ശരി, എനിക്ക് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല. ദൂരദർശനം പറഞ്ഞോണ്ടൊന്നല്ലടാ, എനിക്ക് ആ വൃത്തിയായിട്ടവനെ ഇഷ്ടല്ല.